ഉഡായി പ്ലസ് അപ്പ് തുടങ്ങിയിട്ട് ഇപ്പം 2 മാസമാകുന്നു. ഞാൻ ഇതുവരെ ഒരു ബേസിക് ഗ്രീഫ് ചെയ്യാൻ പോയിട്ടില്ല. ആരുമായിട്ടൊരു വാറും കളിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ പരിപാടിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഉറപ്പായിട്ട് നമ്മുടെ എൻഡ് വാർ ആയിരിക്കും. എൻഡ് വാർ തുടങ്ങാനൊക്കെ സമയമായി വരുന്നു. ആൻഡ്രോയിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. നമ്മുടെ എൻഡ് വാറിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുകയാണ്. അതുപോലെ നമുക്ക് എൻഡ് പോർട്ടലെല്ലാം കണ്ടുപിടിച്ച് വെക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വി ജി എസ് ആയിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്, വി ജി എസ് ആയിട്ടുണ്ട്, മാതൃയായിട്ടുണ്ട്, ജാസിം ലെജൻഡുമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവരോടൊന്ന് ഫൈറ്റ് ചെയ്ത് നമുക്കൊന്ന് പി വി പി പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അല്ലാതെ എനിക്ക് ഇവരോട് പകയൊന്നുമില്ല. എനിക്ക് വി ജി എസിനോട് ചെറിയൊരു കടപ്പാടുണ്ട്. അത് ഞാൻ പിന്നെ എൻ്റെ വാറിനൊന്ന് തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇവിടെ നിന്ന് ഈ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രൻസ് കാണാം. ഇതുവഴി ചെല്ലുമ്പോൾ അമ്മമാരുടെ ബേസിനകത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വിൻഡിൻ്റെ ബേസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ വില്ലേജേഴ്സ് ഒന്നും ഇല്ലേ. നമുക്ക് ഗ്രീഫ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ചെസ്റ്റിൻ്റെ അകത്ത് നിന്നൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തേക്കാം. നമുക്ക് ഇതൊക്കെ എടുത്തേക്കാം. നമുക്ക് വുഡൊക്കെ മൈൻഡ് ചെയ്യാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്തേക്കാം. പിന്നെ ഗൈസ് കുറേ ബ്രൂയിങ് സ്റ്റാൻഡും ബ്ലാസ്റ്റ് ഫർണസും ഫ്ലെച്ചിങ് ടേബിളൊക്കെ ഇരിപ്പുണ്ട്. ഇതെല്ലാം നമുക്ക് എടുത്തേക്കാം. കുറച്ച് ഷുഗർ കെയിൻ ഇരിപ്പുണ്ട്, അതും എടുത്തേക്കാം. നമുക്ക് വേണ്ട. ഇനി വേറെ എന്തെങ്കിലും ഉണ്ട്, ബെഡും എടുത്തേക്കാം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് ഫർണസ് എല്ലാം കൊണ്ടുവെക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഈ ഒരു ബ്രൂയിങ് സ്റ്റാൻഡും എടുത്തേക്കാം. നമുക്ക് അങ്ങനെ കുറേ 2, 3, 4 ബ്രൂയിങ് സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് വല്ലതും ഒന്ന് കുഴിച്ച് നോക്കാം, എന്തെങ്കിലും അടിയിലോട്ട് വല്ലതും ഉണ്ടോ എന്ന്. നമ്മുടെ ബേസ് വിൻഡ് ഗ്രീഫ് ചെയ്തപ്പോൾ മുതൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് വിൻഡിൻ്റെ ബേസ് ഒന്ന് ഗ്രീഫ് ചെയ്യണമെന്ന്. ഇത് പക്ഷേ ഇവിടെ വില്ലേജേഴ്സ് ഒന്നുമില്ല ഗൈസ്. ഇത്ര ഉള്ളൊരു സാധനമേ ഉള്ളൂ ഗൈസ്. ഇവിടെ കുറേ അയൺ ബ്ലോക്ക് ഇരിപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തേക്കാം. നമുക്ക് പോയിട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്കിത് ഗ്രീഫ് ചെയ്ത് തുടങ്ങാം. ഫുള്ള് നമുക്ക് പൊട്ടിച്ചിടണം ഗൈസ്. നമ്മുടെ ബേസുമാര് നശിപ്പിച്ചതുപോലെ നമുക്കും എംആറുടെ ബേസ് നശിപ്പിക്കണം ഗൈസ്. നമുക്കിനി ഇവിടെ ഒരു സൈൻ ബോർഡും കൂടെ വെക്കണം. അപ്പോൾ ഗൈസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ മിസ്റ്റർ ജെർസി എർത്ത് ടീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ എല്ലാം പൊളിച്ച് തന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല. നമുക്ക് ഇവൻ്റെ ബെഡ് ഇരുന്ന സ്ഥലം കൂടെ എല്ലാം പൊളിച്ച് കളഞ്ഞേക്കാം. കത്തിക്കാൻ എൻ്റെ ഫ്ലിൻ്റ് ഇല്ല, അതിൻ്റെ ചെറിയൊരു വിഷമേ ഉള്ളൂ ഗൈസ്. അപ്പം അതൊന്നും സീനില്ല, നമുക്കിതെല്ലാം പൊട്ടിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതുവരെ കണ്ടാണ് വിൻഡിൻ്റെ ബേസ് നമ്മൾ ഗ്രീഫ് ചെയ്തത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ മാദ്ര FF ആയിട്ടുള്ള ഫൈറ്റാണ് ഗൈസ്. അപ്പം ഞാനും ഓക്സിയുണ്ട്, അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം നമുക്ക് ആ ഫൈറ്റും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചുവിട്ട് കണ്ടിട്ട് വരാം.
അവസാന നിമിഷം കണ്ടു കാണും, നമ്മുടെ മാദ്ര ബാക്ക് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് കാരണം ഗെയിം ക്രാഷ് ആയെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവനുമായിട്ട് ഫൈറ്റ് വെക്കാൻ കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം നമ്മുടെ പഴയ ബേസ്, എർത്തിൻ്റെ ബേസിൻ്റെ കോർഡിനേറ്റ്സ് ഇവനാണ് ലീക്ക് ആക്കിയത്, നമ്മുടെ VGSന് കൊടുത്തത്. അപ്പം VGS വന്ന് നമ്മുടെ ബേസ് ഗ്രീഫ് എന്നെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഡയമണ്ട് ആർമറൊക്കെ ഉണ്ടായിരുന്നു, അവൻ ഫുൾ പ്രിപ്പയർ ആയിരുന്നു, ഞാൻ ഫുൾ സെറ്റ് അല്ലായിരുന്നു. അപ്പോൾ VGS അത് കൊല്ലുകയും ചെയ്തു. എൻ്റെ ആ ക്ലിപ്പില്ല, അത് VGSൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നത് നമ്മൾ എൻഡ് പോർട്ടൽ കണ്ടുപിടിക്കാനുള്ള പ്രിപ്പറേഷനും കുറച്ച് ഗോൾഡൻ ക്യാരറ്റും പിന്നെ കുറച്ച് ബുക്ക് സെറ്റാക്കുന്നതും പിന്നെ കുറച്ച് പോഷൻ സെറ്റാക്കുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാ. നിങ്ങൾ ആ ക്ലിപ്പൊക്കെ കണ്ടെന്ന് തോന്നി. ഞാൻ കുറേ പോഷൻ ഉണ്ടാക്കി, അതുപോലെ ഇപ്പോൾ കുറേ ഗോൾഡൻ ആപ്പിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓക്സിയായിട്ട് ഓക്സിക്ക് കുറേ ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്സി കുറേ നാൾക്ക് ശേഷമാണ് സർവർ കയറുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളിനി കാണാൻ പോകുന്നത് ഇനി എൻ്റെയും VGSൻ്റെയും 1v1 ആണ്. ഞാനും VGSനും ചെറിയൊരു ഫൈറ്റ് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്, അതിൻ്റെ ക്ലിപ്പൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ എനിക്ക് VGS എന്നെ കൊന്നിട്ടുണ്ടായിരുന്നു ആ ഫൈറ്റിൽ. അപ്പോൾ അതിൻ്റെ പക്ക ഞാൻ തീർക്കുന്നതായിരിക്കും. പക്ഷേ എനിക്കിപ്പോഴും VGSനെ കൊല്ലാൻ സാധിച്ചിട്ടില്ല. അവൻ നല്ലൊരു മൊബൈൽ പ്ലെയർ ആണ്. ഞാൻ PC ആണെങ്കിലും എനിക്ക് അവനെ കൊല്ലാൻ സാധിച്ചിട്ടില്ല ഗൈസ്. എൻ്റെ കുറേ ഗോൾഡൻ ആപ്പിൾ ഉണ്ട്, അവൻ്റെ കയ്യിലും ഗോൾഡൻ ആപ്പിൾ ഉണ്ട്. അവൻ്റെ ഹെൽത്തൊക്കെ നല്ലപോലെ ഞാൻ കുറച്ചായിരുന്നു, പക്ഷേ എന്നാലും എനിക്കൊന്നും ജയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ്, കുറേ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ ആ ക്ലിപ്പൊന്ന് കണ്ടിട്ട് പോകാൻ.
ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടു കാണും ഞാനും VGS നടന്ന ഫൈറ്റ്. ഞാൻ അത്യാവശ്യം പോർഷൻ എല്ലാം കൊണ്ട് നല്ലപോലെ ഞാൻ അത്യാവശ്യം പ്രിപ്പയർ ആയിരുന്നു. ഫുള്ളി ഞാൻ സെറ്റ് ആയിരുന്നു. ഫുള്ളി നെതറൈറ്റ് ആർമർ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് VGSനെയോ അവൻ എന്നെയോ കൊല്ലാൻ സാധിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും കട്ടിക്ക് പിടിച്ചു നിന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. ഗൈസ് നമ്മൾ അടുത്ത വീഡിയോ ഉറപ്പാണ് നമ്മുടെ എൻഡ് വാർ ആയിട്ടായിരിക്കും വരുന്നത്. നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡായിരിക്കും അടുത്ത എപ്പിസോഡ്. അപ്പം നിങ്ങൾ ആ എപ്പിസോഡ് കാണണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതല്ലായിരിക്കും. അപ്പോൾ കൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൽഡ് അപ്പ് ഉള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ കൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.